ഹലോ, എല്ലാവർക്കും മറ്റൊരു പ്രധാന വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വിച്ച് വേർഡുകൾ സംസാരിക്കുന്നത് സാമ്പത്തികമായി നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുമെന്ന ഉറപ്പുള്ള മാന്ത്രിക വാക്കുകളെപ്പറ്റിയാണ്. ഏതൊരു സ്വിച്ച് വേർഡുകൾ നിങ്ങൾ ജപിക്കുന്നതിന് മുൻപും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതുപോലെയുള്ള മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിലവിൽ മെഡിറ്റേഷൻ ചെയ്യാത്ത ആളുകൾക്കു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞു സ്വിച്ച് വേർഡുകൾ പറയുമ്പോൾ ശാന്തമായ മനസ്സോടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് സ്വിച്ച് വേർഡുകൾ പറയുവാൻ കഴിയും. ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കാൻ ഇന്നും ഉപയോഗിച്ചുവരുന്ന ഏറ്റവും പുരാതനമായ ആചാരങ്ങളിൽ ഒന്നാണ് ധ്യാനം. വാസ്തവത്തിൽ ഇത് മനസ്സിനെ ശാന്തമാക്കുക മാത്രമല്ല, നിങ്ങൾക്ക് വ്യക്തത നൽകുകയും നിങ്ങളെ ഉള്ളിൽ നിന്ന് സുഖപ്പെടുത്തുകയും നിങ്ങളെ വൈകാരികമായി ശക്തരാക്കുകയും അതുവഴി ആരോഗ്യകരമായ ജീവിതം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ധ്യാനത്തിന് നിരവധി ഗുണങ്ങൾ ഉണ്ടാകും. അതിൽ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തൽ, അവബോധം വർദ്ധിപ്പിക്കൽ എന്നിവ ഉൾപ്പെടും. വിജയകരമായ ഒരു ധ്യാനത്തിലേക്കുള്ള ആദ്യപടി നിങ്ങൾക്ക് പൂർണ്ണമായും ശാന്തത പാലിക്കാനും വിശ്രമിക്കാനും കഴിയുന്ന ഒരു ഇടം കണ്ടെത്തുക എന്നതാണ്. നിങ്ങളെ ശല്യപ്പെടുത്താത്ത ഒരു മുറിയോ സ്ഥലമോ കണ്ടെത്തുക. നിങ്ങളുടെ എല്ലാ ഉപകരണങ്ങളും മാറ്റിവയ്ക്കുക, തുടർന്ന് ആരംഭിക്കുക. അടുത്ത ഘട്ടം നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ശ്വസനവിദ്യകൾ ധ്യാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ നിമിഷത്തിൽ ശാന്തത, കേന്ദ്രീകൃത സാന്നിധ്യം എന്നിവ അനുഭവിക്കാൻ കഴിയും. അതിനാൽ നിങ്ങൾ സുഖമായി ഇരുന്നു കഴിഞ്ഞാൽ കണ്ണുകൾ അടച്ച് ആഴത്തിൽ ശ്വസിക്കാൻ തുടങ്ങും. തുടക്കക്കാർ 2-3 മിനിറ്റ് മെഡിറ്റേഷൻ പരിശീലിക്കും. ഈ രീതി പരിചയം ആയതിനുശേഷം കൂടുതൽ സമയം മെഡിറ്റേഷൻ ചെയ്താൽ മതിയാകും. ശ്വാസം ഉള്ളിലേക്ക് ആഴത്തിൽ വലിച്ചെടുക്കുക. 4 സെക്കൻഡ് സമയം ഹോൾഡ് ചെയ്തതിനുശേഷം പതിയെ പുറത്തേക്ക് വിടും. ശ്വസിക്കുമ്പോഴും പുറത്തേക്ക് ശ്വാസം വിടുമ്പോഴും ശ്വസനത്തിൽ മാത്രം ശ്രദ്ധിക്കൂ. 3 മിനിറ്റ് നേരം ഈ പ്രവൃത്തി തുടരും. നിങ്ങളുടെ ധ്യാന സെഷൻ അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കാനും വികാരത്തിൽ നിന്ന് തിരിച്ചുവരാനും 1-2 മിനിറ്റ് സമയം നൽകൂ. കുറച്ച് ആഴത്തിൽ ശ്വാസം എടുക്കുക, അല്പം നീട്ടുക. നിങ്ങളുടെ കൈകൾ ഒരുമിച്ച് തടവുക, അവ നിങ്ങളുടെ കണ്ണുകളിൽ വയ്ക്കുക, തുടർന്ന് പതുക്കെ കണ്ണുകൾ തുറക്കൂ. ഈ മെഡിറ്റേഷൻ ശേഷം ഒരു 3 മിനിറ്റ് വിശ്രമിച്ച ശേഷം നമുക്ക് സ്വിച്ച് വേർഡുകൾ ജപിക്കാം. വിശ്വാസത്തോട് മനസ്സ് അർപ്പിച്ച് സ്വിച്ച് വേർഡുകൾ പറയുവാൻ ഈ മെഡിറ്റേഷൻ സഹായിക്കും. ഇന്നത്തെ സ്വിച്ച് വേർഡ്സ് പറയും മുൻപ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും. ധ്യാനത്തിന് നിരവധി ഗുണങ്ങളുണ്ട്. അവയിൽ ഇവ ഉൾപ്പെടുന്നു. ധ്യാനം സമ്മർദ്ദം നിയന്ത്രിക്കാനും നെഗറ്റീവ് വികാരങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. ധ്യാനം നിങ്ങളെ വേഗത്തിൽ ഉറങ്ങാനും നന്നായി ഉറങ്ങാനും സഹായിക്കും. സാമൂഹിക ഉത്കണ്ഠ, നിർബന്ധിത പെരുമാറ്റങ്ങൾ, ഭയം എന്നിവയുൾപ്പെടെ ഉത്കണ്ഠ കുറയ്ക്കാൻ ധ്യാനം സഹായിക്കും. ധ്യാനം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഇത് ഹൃദയത്തിലും രക്തക്കൊഴലുകളിലും ഉണ്ടാകുന്ന ആയാസം കുറയ്ക്കും. ധ്യാനം കൂടുതൽ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്രദ്ധാകേന്ദ്രം മെച്ചപ്പെടുത്താനും സഹായിക്കും. ധ്യാനം നിങ്ങളുടെ മാനസികാവസ്ഥ വർദ്ധിപ്പിക്കാനും പോസിറ്റീവ് വികാരങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും. ധ്യാനം നിങ്ങളുടെ അനുകമ്പയും സ്വയം മനസ്സിലാക്കലും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ധ്യാനം നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും വേദന കുറയ്ക്കാനും സഹായിക്കും. പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാനും കൂടുതൽ സർഗാത്മകത പുലർത്താനും ധ്യാനം നിങ്ങളെ സഹായിക്കും. ധ്യാനം നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ രോഗശാന്തി പ്രതികരണം വർദ്ധിപ്പിക്കാനും സഹായിക്കും. തലച്ചോറിൽ പുതിയ പോസിറ്റീവ് ന്യൂറോളജിക്കൽ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ ധ്യാനം സഹായിക്കും. ഇത്രയും ഗുണകരമായ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞു. ഈ മാന്ത്രിക വാക്കുകൾ 51 തവണ ആവർത്തിച്ചു പറഞ്ഞാൽ അതിന്റെ ഫലം വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ മെഡിറ്റേഷൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സ്വിച്ച് വേർഡ്സ് പറയുമ്പോൾ സ്വിച്ച് വേർഡുകളിൽ തന്നെ ശ്രദ്ധിച്ചു 51 തവണ പറയുവാൻ കഴിയുമെങ്കിൽ അങ്ങനെയും പറയാവുന്നതാണ്. ഞങ്ങൾ പറഞ്ഞു തരുന്ന സ്വിച്ച് വേർഡുകൾ നിങ്ങൾക്ക് പൂർണ്ണമായി പ്രയോജനം ലഭിക്കുവാൻ വേണ്ടിയാണ് ഇത്രയും കൂടുതൽ സംസാരിച്ചത്. മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ നേട്ടങ്ങൾ പറയാൻ കഴിയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു.
ഡിവൈൻ റീച്ച് ഗിവ് കൗണ്ട് പെർഫെക്റ്റ് ഗോ എന്നതിന്റെ അർത്ഥം ദൈവിക വ്യാപ്തി നൽകുക, പൂർണ്ണമായി എണ്ണുക എന്നതാണ്. ഈ വാക്കുകൾ വിശ്വാസത്തോടും ആഗ്രഹത്തോടും ആവർത്തിച്ച് പറയുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ശക്തമായ മാന്ത്രിക വാക്കുകളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ഒരു പൂർണ്ണമായ ഫലം കൈവരിക്കുന്നതിന് ആവശ്യമായ കൃത്യമായ തുക നിങ്ങൾക്ക് നൽകണമെന്ന് ദൈവത്തോടുള്ള അഭ്യർത്ഥനയായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു. ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടപടിയെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. എല്ലാവരും വിശ്വാസത്തോട് 51 തവണയോ അതിൽ കൂടുതലോ ഈ ചെറിയ വാക്കുകൾ 21 ദിവസമോ പണപരമായ ആവശ്യങ്ങൾ വരുമ്പോഴോ പറയാവുന്നതാണ്. വിശ്വാസം ഉള്ളവർ ഇതുപോലെയുള്ള കൂടുതൽ ആവശ്യങ്ങൾക്കായി കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യും. ഒരിക്കൽ ഒന്നും ഇല്ലാതിരുന്ന ഒരു മനുഷ്യൻ പിന്നീട് ജീവിതത്തിൽ വളരെ വലിയ നിലയിൽ എത്തിയ കഥകൾ നമ്മുടെ അറിവിലും നാട്ടിലുമുണ്ട്. ജീവിതത്തിൽ വലിയ നിലയിൽ എത്തുവാൻ ആ മനുഷ്യന് കഴിഞ്ഞത് അയാൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നേടി എടുക്കും എന്ന വിശ്വാസവും അതിനുവേണ്ടി ക്ഷമയും ഉണ്ടായിരുന്നതുകൊണ്ട് ആരൊക്കെ തടസ്സം നിന്നാലും അയാൾക്ക് തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ വിശ്വാസത്തോട് നമ്മൾ ജീവിതത്തിൽ മുൻപോട്ട് പോയാൽ ആർക്കും നമ്മുടെ വിജയം തടഞ്ഞു നിർത്തുവാൻ കഴിയില്ല. വിശ്വസിക്കുക, വിജയിക്കുക, നേടുക. ഇന്റന്റ് നൗ പെർഫെക്റ്റ് റെയിൻബോ ബി എന്നത് സ്വിച്ച് വേഡുകൾ എന്ന പ്രയോഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അവ നിങ്ങളുടെ ഉപബോധമനസ്സിൽ നല്ല മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടിസ്ഥാനപരമായി ഒരു മഴവില്ല് പോലെ പോസിറ്റിവിറ്റിയുമായും സമൃദ്ധിയുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പൂർണ്ണവും ഊർജ്ജസ്വലവുമായ ഒരു അവസ്ഥ പ്രകടമാക്കാനുള്ള ഉദ്ദേശ്യം ഇപ്പോൾ സജ്ജമാക്കുക എന്നാണ് ഈ സ്വിച്ച് വേഡുകൾ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്വിച്ച് വേഡുകൾ ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സമൃദ്ധിയും മാനസിക സന്തോഷവും ലഭിക്കും. കൗണ്ട് 520 എന്നത് പലപ്പോഴും പോസിറ്റീവ് സ്ഥിരീകരണങ്ങളുടെയോ സ്വിച്ച് എന്നതിന്റെയോ പശ്ചാത്തലത്തിൽ സമൃദ്ധി ആകർഷിക്കാൻ ഉപയോഗിക്കുന്നു. ഇവിടെ 520 എന്ന സംഖ്യ സാമ്പത്തിക പ്രവാഹവും പ്രകടനവുമായി ബന്ധപ്പെട്ട ഒരു ശക്തമായ സംഖ്യാശ്രേണിയായി കണക്കാക്കപ്പെടുന്നു. അടിസ്ഥാനപരമായി 520 എന്ന സംഖ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ എണ്ണുക എന്ന ആവർത്തിക്കുന്നതിലൂടെ വ്യക്തികൾ അവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സമ്പത്ത് ആകർഷിക്കാൻ മാനസികമായി സ്വയം പ്രോഗ്രാം ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ സ്വിച്ച് വേഡ്സ് വിശ്വാസത്തോട് പറയുന്ന ഒരാൾക്ക് സമ്പത്തും സമൃദ്ധിയും നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്വിച്ച് വേഡ്സ് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ മാന്ത്രിക വാക്കുകളെ പറ്റി പോസിറ്റീവായ ചിന്തകൾ മാത്രം ഉണ്ടാവണം. സ്ക്രീനിൽ കാണുന്ന സ്വിച്ച്